പത്തനംതിട്ടയിൽ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. തട്ട സ്വദേശി വിനോദാണ് അറസ്റ്റിലായത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീൺ, നിരവധി തവണ പീഡിപ്പിക്കുന്നത് മാത്രമല്ല കൊല്ലാൻ ശ്രമിക്കുന്നു, തെളിവുകൾ ഉൾപ്പെടെ ഈ പെൺകുട്ടി, ഈ യുവതി പോലീസിന് പരാതി നൽകുന്നു, മൊഴി നൽകുന്നു. പക്ഷെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. എന്നിട്ട് DGPക്ക് പരാതി കൊടുക്കേണ്ടി വരുന്നു. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മളോട്, റിപ്പോർട്ടർ ചാനലിനോട് ഈ പെൺകുട്ടി ദുരിതം തുറന്നു പറഞ്ഞതാണ്. ഒടുവിൽ നിർവാഹമില്ലാതെ പോലീസിന് നടപടി എടുക്കേണ്ടി വരികയാണ്, അല്ലേ പ്രവീൺ? ഷിഹാസ്, ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മൊഴി നൽകിയിട്ടും പ്രതിയെ പോലീസ് പിടികൂടിയില്ലെന്ന് യുവതി പരാതിപ്പെട്ടിരുന്നു. ഇതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. പ്രതി പത്തനംതിട്ട തട്ട സ്വദേശി വിനോദിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് താൻ ബലാത്സംഗത്തിന് ഇരയായതെന്നാണ് യുവതിയുടെ മൊഴി. ഓട്ടോയിൽ യുവതി യാത്ര ചെയ്യവേ ലൈസൻസ് എടുക്കാനെന്ന വ്യാജേന പ്രതി യുവതിയെ തന്ത്രപൂർവ്വം വീട്ടിൽ എത്തിക്കുകയായിരുന്നു. മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് പ്രതി യുവതിക്ക് നൽകി. യുവതി അബോധാവസ്ഥയിലായതോടെ പ്രതി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രതി പകർത്തി. നഗ്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പല സ്ഥലങ്ങളിലെത്തിച്ച് പ്രതി പീഡിപ്പിച്ചു. ടാങ്കർ ലോറിയിൽ യുവതിയെ ബലം പ്രയോഗിച്ച് കയറ്റി പ്രതി ക്രൂരമായി മർദ്ദിച്ചു. DGPക്കും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിരുന്നു. പോലീസിൽ പരാതി നൽകിയാൽ കൊന്നു കളയുമെന്ന് യുവതിയെ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഷിഹാസ്, ശരി പ്രവീൺ, ഇത്രയും ഗൗരവമുള്ളൊരു പരാതി കൊടുത്തിട്ട് DGPയുടെ അടുത്തേക്ക് വരെ ഒരു വീണ്ടും പരാതിയുമായി പോയെങ്കിൽ മാത്രമേ നമ്മുടെ പോലീസിന് കേസെടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറെ പേടിപ്പിക്കുന്നൊരു കാര്യം.